ഇതുപോലത്തെ ഒരു ഇലക്ഷനിൽ നിങ്ങൾ അതാണോ ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നത്? ഞങ്ങൾ ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നത് വീട്ടു നികുതി കൂട്ടിയതിനെക്കുറിച്ച്, പെർമിറ്റ് ഫീസ് വർദ്ധിപ്പിച്ചതിനെക്കുറിച്ച്, കറണ്ട് ചാർജ് 3-4 തവണ കൂട്ടിയതിനെക്കുറിച്ച്, വെള്ളക്കരം വർദ്ധിപ്പിച്ചതിനെക്കുറിച്ച്, സ്റ്റാമ്പ് ഡ്യൂട്ടി വർദ്ധിപ്പിച്ചതിനെക്കുറിച്ച്, ഭൂനികുതി വർദ്ധിപ്പിച്ചതിനെക്കുറിച്ച്. എന്താ കൂട്ടാൻ ബാക്കി? അതല്ലേ ജനങ്ങളുടെ വിഷയം. ആ വിഷയങ്ങൾ മറച്ചു പിടിക്കാൻ വേണ്ടിയിട്ടാണോ നിങ്ങൾ മറ്റു പല വിഷയങ്ങളിലേക്കും ഇങ്ങനെ റിപ്പീറ്റഡായി പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ള സംശയമാണ്. നിങ്ങൾ തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞില്ല ഇവിടെ ചർച്ച സിറ്റിംഗ് MLA കൊല്ലത്ത് സിറ്റിംഗ് MLA ഉണ്ട്. അദ്ദേഹത്തിൻ്റെ പേര് മുകേഷ് എന്നാണ്, നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ. ആ ചോദ്യത്തിന് തൃപ്തികരമായിട്ടുള്ള മറുപടികൾ കിട്ടിയിട്ടുണ്ടായിരുന്നോ? അതിൽ നിന്ന് എത്രയോ വ്യത്യസ്തമായിട്ടുള്ള അതുകൊണ്ടാണ് അതിൽ നിന്ന് എത്രയോ കൃത്യമായിട്ടുള്ള മറുപടിയല്ലേ ഞങ്ങൾ തന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ നോക്കൂ, കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി സമാനമായിട്ടുള്ള സാഹചര്യത്തിൽ മറ്റേതൊരു രാഷ്ട്രീയ പാർട്ടി എടുത്തതിലും കൂടുതൽ കൃത്യമായ ആർജവത്തോടു കൂടിയുള്ള നിലപാടുകൾ സ്വീകരിച്ചിട്ടുണ്ട്. അത് ഏത് ഘട്ടത്തിലാണെന്ന് ആലോചിച്ച് നോക്കണം. അത് എന്ന് പറയുന്നത് ഒരു കേസ് പോലും അല്ലെങ്കിൽ ഒരു പരാതി പോലും ഔപചാരികമായിട്ട് വരുന്നതിന് മുൻപ് തന്നെ കോൺഗ്രസ് പാർട്ടി കൃത്യമായിട്ടുള്ളൊരു സ്റ്റാൻഡ് എടുത്തിരിക്കുകയാണ്. വി ആർ ഡിസ്റ്റൻസിങ് അവർ സെൽസ് ഫ്രം ദാറ്റ് പേഴ്സൺ എന്നുള്ളത്. അപ്പോൾ നോക്കൂ, കോൺഗ്രസ് പ്രതിപക്ഷത്താണ്. കോൺഗ്രസിൻ്റെ ഒരു പ്രവർത്തകനാവുക, കോൺഗ്രസിൻ്റെ ഒരു നേതാവാകുക, കോൺഗ്രസിൻ്റെ ഒരു ജനപ്രതിനിധി ആവുക എന്ന് പറയുന്നത് നിയമ നടപടികളിൽ നിന്ന് സംരക്ഷണം ലഭിക്കുന്ന കാര്യമല്ല കേരളത്തിൽ നിന്ന്. കാരണം ഞങ്ങൾ 10 വർഷത്തെ പ്രതിപക്ഷത്താണ്. അതുകൊണ്ട് മാത്രം വിക്ടിമൈസ് ചെയ്യപ്പെടാനുള്ള സാധ്യത അടക്കം മറ്റു പല ആളുകൾക്കും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ കോൺഗ്രസിൻ്റെ ഒരു സപ്പോർട്ട് ഉണ്ടാവുക എന്നത് പോലും ഒരു കുറ്റാരോപിതനെ സംബന്ധിച്ച് യഥാർത്ഥത്തിലുള്ള ഒരു സംരക്ഷണം ഒരുക്കുന്ന ഒരു കാര്യമല്ല. എന്നിട്ട് പോലും ഒരു ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ ഞങ്ങൾ അത്തരത്തിലുള്ളൊരു സംരക്ഷണത്തിനില്ല. നിയമ നടപടികൾ ഇപ്പോഴാണല്ലോ തുടങ്ങിയിട്ടുള്ളത്. ഇപ്പോൾ ഈ അടുത്ത ദിവസങ്ങളിലാണല്ലോ ഒരു പരാതി ഉയർന്നു വരികയും അതുമായി ബന്ധപ്പെട്ട നിയമ നടപടികൾ ആരംഭിക്കുകയും ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ വഴിക്ക് തന്നെ പോട്ടെ എന്നുള്ളത് തന്നെയാണ് കോൺഗ്രസിൻ്റെ എക്കാലത്തെ സ്റ്റാൻഡ്. ഇതുപോലത്തെ ഏത് വിഷയത്തിലും ഞങ്ങളുടെ സ്റ്റാൻഡ് അതാണ്. എന്നാൽ നിങ്ങൾ ഈ ഇരട്ടത്താപ്പ് ഇത്രയും പ്രകടമായിട്ട് കാണിക്കുന്ന CPM നേതൃത്വത്തോട് ഇപ്പോൾ കഴിഞ്ഞ ദിവസം പോലും ശ്രീ MV ഗോവിന്ദൻ മുകേഷിൻ്റെ വിഷയത്തിനെക്കുറിച്ച് പ്രതികരിച്ച് ഞങ്ങൾക്ക് ധാർമ്മികതയൊന്നും ബാധകമല്ല, കോൺഗ്രസ് ധാർമ്മികതയുടെ പേരിൽ വേണമെങ്കിൽ നടപടിയെടുക്കട്ടെ എന്നാണ്. അവരുടെ പാർട്ടിയേക്കാൾ എത്രയോ ഉയർന്ന ധാർമ്മിക നിലവാരത്തിൽ നിന്നുകൊണ്ട് ഞങ്ങൾ നടപടികൾ ഓരോ ഘട്ടത്തിലും ആവശ്യാനുസരണം സ്വീകരിച്ചിട്ടുണ്ട്. ബാക്കി നിയമത്തിൻ്റെ രീതിയിൽ മുന്നോട്ട് പോകട്ടെ എന്നുള്ളതാണ്. അപ്പോൾ ഞങ്ങൾ ഈ വിഷയത്തിൽ ഈ ഘട്ടത്തിൽ ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ജനങ്ങളുടെ പ്രശ്നമാണ്. അപ്പോൾ അമ്പലം വിഴുങ്ങികളുടെ സർക്കാർ കേരളം ഭരിക്കുമ്പോൾ ശബരിമല അയ്യപ്പൻ്റെ സ്വർണം കവരാൻ പോലും മടിയില്ലാത്ത ആളുകൾ CPMൻ്റെ ഏറ്റവും ഉയർന്ന നേതാക്കന്മാരായി ഇതുപോലെയുള്ള സ്ഥാപനങ്ങളിൽ ഇരിക്കുമ്പോൾ അത് എത്രയോ വർഷങ്ങളായി തുടരുന്നൊരു കൊള്ളയല്ലേ? 1-2 ഇൻസിഡൻ്റ് അല്ലല്ലോ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പോറ്റിയോ മുരാരി ബാബുവോ നടത്തിയ ഒരു ഒറ്റത്തവണ തട്ടിപ്പല്ലല്ലോ. ഇവരുടെ സംരക്ഷണയിൽ ഇവരുടെ പാർട്ടി നോമിനികളായ ദേവസ്വം ബോർഡുകളുടെയൊക്കെ തലപ്പത്തേക്ക് വന്ന പാർട്ടിയുടെ ഏറ്റവും അറിയപ്പെടുന്ന ഉന്നത നേതാക്കൾ, മുൻ MLA അടക്കമുള്ള ആളുകളല്ലേ ഇപ്പോൾ കയ്യാമം വെച്ച് ജയിലിൽ പോയിരിക്കുന്നത് സ്വർണം കട്ടതിൻ്റെ പേരിൽ. അപ്പോൾ അത്തരം വിഷയങ്ങൾ ചർച്ച ചെയ്യേണ്ടുന്ന ഒരു മീഡിയ എന്താ പറയുക, നിങ്ങളുടെ ഒരു എയർ ടൈം അത് മറ്റു തരത്തിലേക്ക് നിങ്ങൾ വ്യതിചലിപ്പിക്കരുത് എന്നുള്ളതാണ്. യഥാർത്ഥ പ്രശ്നങ്ങളിലേക്ക്, യഥാർത്ഥ വിഷയങ്ങളുടെ ഫോക്കസിലേക്ക് കാര്യങ്ങളെ കൊണ്ടുവരാൻ വേണ്ടി നിങ്ങൾ കൂടി ഞങ്ങളെ ഹെൽപ്പ് ചെയ്യണം. കാരണം ജനങ്ങളുടെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാനുള്ള വേദികളാണ് ഇതുപോലെ തെരഞ്ഞെടുപ്പ്. അല്ലേ, ഞാൻ ഓരോന്നിനെയും ടൈമിംഗ് ഉണ്ടല്ലോ. ഒരു ഇലക്ഷനിലേക്ക് പോകുമ്പോൾ കൂടുതലായിട്ട് ജനങ്ങളുടെ പ്രശ്നങ്ങൾ കൂടുതൽ ഡെൻസിറ്റിയോടുകൂടി ചർച്ച ചെയ്യേണ്ട സമയമാണ്. അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞത്. ഇപ്പോൾ ഇതൊരു തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പാണ്. ഞാൻ ചോദിക്കട്ടെ, അല്ലേ, പറഞ്ഞോട്ടെ, ഞാൻ അതിനെക്കുറിച്ച് പ്രതികരിച്ചല്ലോ, ആ വിഷയത്തെക്കുറിച്ച് പ്രതികരിച്ചു. ഇനി ഞാൻ അടുത്തതിനെക്കുറിച്ച് പറയാനാണെങ്കിൽ ഒരു തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പാണ്. കഴിഞ്ഞ 4.5 വർഷമായിട്ട് 5 വർഷമായിട്ട് 2ാം പിണറായി വിജയൻ സർക്കാർ വന്നതിന് ശേഷം ഈ ജനകീയ ആസൂത്രണം അല്ലെങ്കിൽ അടിസ്ഥാനതല ജനാധിപത്യത്തിൻ്റെ ഒരു ശക്തിപ്പെടുത്തൽ അതിനെ അട്ടിമറിക്കുന്നൊരു സമീപനമല്ലേ ചെയ്തിരുന്നത്? ഓരോ വർഷവും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് നൽകേണ്ടുന്ന എത്ര ഗ്രാൻഡാണ് വെട്ടിക്കുറച്ചത്, എത്ര ഡിലേ ആണ് ഇക്കാര്യത്തിൽ വന്നിട്ടുള്ളത്. അപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള സമീപനമാണ് UDF മുന്നോട്ട് വയ്ക്കുന്നത്. ഞങ്ങളുടെ പ്രകടന പത്രികയിലൂടെ കേരളത്തിൽ ജനങ്ങളോട് പറയുന്നു, ഞങ്ങൾ അധികാരത്തിൽ വരികയാണെങ്കിൽ വളരെ കൃത്യമായി സർക്കാരിൻ്റെ ഗ്രാൻഡ് വിഹിതം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് കൃത്യമായ ഇടവേളകളിൽ മുടക്കമില്ലാതെ ഡിലേ ഇല്ലാതെ നൽകും. 1. 2, ഓരോ വർഷവും അത് 10% വീതം വർദ്ധിപ്പിക്കും. ഈ 2 കാര്യങ്ങൾ നടന്നാൽ തന്നെ എനിക്ക് തോന്നുന്നു ഇപ്പോൾ പഞ്ചായത്തുകളിലൂടെയും മറ്റും നടക്കുന്ന വികസന പ്രവർത്തനങ്ങളുടെ ഇരട്ടി അടുത്ത 5 വർഷത്തിനകത്ത് നടത്താൻ സാധിക്കും. അപ്പോൾ അതാണ് ചർച്ച ചെയ്യേണ്ടത്. ഇക്കാര്യത്തിൽ CPMൻ്റെ നിലപാടെന്താണ്, LDFൻ്റെ നിലപാടെന്താണ്? തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് നൽകാനുള്ള ഫണ്ട് അത് അവരുടെ അവകാശമല്ലേ? പിണറായി വിജയൻ്റെയോ MP രാജേഷിൻ്റെയോ അല്ലെങ്കിൽ സർക്കാരിൻ്റെയോ ഔദാര്യമല്ലല്ലോ. ഇപ്പോൾ കേന്ദ്രത്തിൽ നിന്ന് കേരളത്തിന് കിട്ടേണ്ടുന്ന നികുതി വിഹിതം ഉണ്ടല്ലോ, അത് ഫിനാൻസ് കമ്മീഷൻ്റെ കൃത്യമായിട്ടുള്ള ഒരു മാനദണ്ഡപ്രകാരമുള്ളത്. അത് കിട്ടിയില്ലെങ്കിൽ നമുക്കെല്ലാവർക്കും വലിയ പ്രതിഷേധം ഉണ്ടാവാറില്ലേ?
ഭരണപ്രതിപക്ഷ വ്യത്യാസമില്ലാതെ കോൺഗ്രസും CPM ഒരുമിച്ചെതിരെ അതിനെതിരെ പ്രതികരിക്കാറുണ്ടല്ലോ. അതേ രീതിയിൽ പഞ്ചായത്തുകളുടെയും കോർപ്പറേഷൻ്റെയും ഒക്കെ അവകാശമാണ് സംസ്ഥാന ഗവൺമെൻറ്റിൽ നിന്നുള്ള കൃത്യമായിട്ടുള്ള ഗ്രാൻറ്റുകൾ, സപ്പോർട്ടുകൾ എന്നുള്ളത്. അത് പലപ്പോഴും നടക്കുന്നില്ല. അതാണ് കേരളത്തിലെ ഈ പറയുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ പലതിനെയും നോക്കൂത്തിയാക്കി മാറ്റിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൽ ഗവൺമെൻറ്റിൻ്റെ ഉത്തരവാദിത്തം കൈയൊഴിയുന്നതിന് വേണ്ടി നിങ്ങൾ പരമാവധി നികുതി കൂട്ടിക്കോ, നിങ്ങൾ പരമാവധി വീട്ടുനികുതി പിരിക്കുക, അല്ലെങ്കിൽ മറ്റു രീതിയിൽ പരമാവധി ജനങ്ങളെ പിഴിഞ്ഞെടുക്കുക എന്ന് പറഞ്ഞുകൊണ്ട് അതിൻ്റെ കൂടി ഉത്തരവാദിത്തം ഈ പാവപ്പെട്ട പഞ്ചായത്തുകളുടെ തലയിൽ വയ്ക്കുകയാണ്. ഗവൺമെൻറ് സ്വന്തം ഉത്തരവാദിത്തത്തിൽ നിന്ന് പിൻവാങ്ങുന്നു, അധിക ഭാരം ജനങ്ങൾക്ക് അടിച്ചേൽപ്പിക്കുന്നു. ഇതാണ് ഇതുപോലുള്ള തെരഞ്ഞെടുപ്പിൽ ചർച്ചാ വിഷയമാക്കേണ്ടത്. അതുകൊണ്ട് അതിലേക്ക് ഒരു ദിവസമെങ്കിലും നിങ്ങളുടെ ശ്രദ്ധ വരണം, നിങ്ങളുടെ ചർച്ച ഉണ്ടാവണം എന്നുള്ളതാണ് എനിക്ക് അഭ്യർത്ഥന. ഒരിക്കലും ഞങ്ങൾ അംഗീകരിക്കുന്നില്ല, ഒരിക്കലും അത് ശരിയായിട്ടുള്ള രീതിയല്ല. പരാതിക്കാരായിട്ടുള്ള ആളുകൾ അവർ നിയമത്തിൻ്റെ മുമ്പിൽ വരുമ്പോൾ അവരെ പിന്തുണയ്ക്കുന്ന തരത്തിൽ അവർക്ക് കൃത്യമായ രീതിയിൽ അവരുടെ ആക്ഷേപങ്ങളും അഭിപ്രായങ്ങളും ഒക്കെ നിയമ സംവിധാനത്തിന് മുമ്പിൽ ബോധിപ്പിക്കാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു പിന്തുണയാണ് അവർക്ക് ലഭിക്കേണ്ടത്. അക്കാര്യത്തിൽ കോൺഗ്രസ്സിന് ഒരു മറിച്ചൊരു അഭിപ്രായമേ ഇല്ല. എല്ലാ സമയത്തും ഇത്തരത്തിലുള്ള വിഷയങ്ങളിൽ ഞങ്ങളുടെ നിലപാട് പൊതു നിലപാടാണ്. അല്ല, ഞാൻ പറഞ്ഞല്ലോ, അത്തരം വിഷയങ്ങളിലേക്ക് ഓരോന്നായിട്ട് നിങ്ങൾ എന്നോട് ചോദിക്കുകയോ എന്നിൽ നിന്ന് അഭിപ്രായം എടുക്കേണ്ട കാര്യമില്ല. ഞാൻ എൻ്റെ പൊതു നിലപാടാണ് പറഞ്ഞത്. ഇത്തരം ആക്ഷേപങ്ങൾ ഉയർന്നു വരുമ്പോൾ ഞങ്ങൾ സ്വീകരിച്ചൊരു നിലപാടുണ്ട്. ഞങ്ങളുടെ ഒരു കൃത്യമായിട്ടുള്ള ഒരു കാഴ്ചപ്പാട് അക്കാര്യത്തിൽ ഞങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അതിൽ തന്നെ നിൽക്കുകയാണ്. അല്ല, സൈബർ പക്ഷേ താങ്കളൊക്കെ അടക്കം ഉണ്ടായിരുന്ന കാലത്ത് ഈ ആക്രമണം ഭയങ്കര രൂക്ഷമായി വരുന്നു. ഇതൊരു ചാവേർ സംഘം ഇല്ല, അത് ഒഫീഷ്യലായിട്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട ആരുമല്ല. ഒഫീഷ്യലായിട്ട് ബന്ധപ്പെട്ട ആരുമല്ല. അല്ല, ഞാൻ പറയും, സോഷ്യൽ മീഡിയയിലുള്ള അഭിപ്രായ പ്രകടനങ്ങൾ ആർക്കും എന്തും പറയാമല്ലോ. പക്ഷേ ഞങ്ങളുമായിട്ട് ഒഫീഷ്യലി ഐഡൻറ്റിഫൈഡ് ആയിട്ടുള്ള ഉത്തരവാദിത്തപ്പെട്ട ഒരാളുടെയും ഭാഗത്തു നിന്നുള്ള അത്തരത്തിലുള്ള പ്രതികരണങ്ങളൊന്നുമില്ല. അത് നിങ്ങൾ മാധ്യമങ്ങളും നിങ്ങൾക്ക് വാർത്തകൾ തരുന്ന ചില ആളുകൾ ഉണ്ടാക്കുന്ന ഒരു സ്റ്റോറി മാത്രമാണ്. ഓക്കെ, ഇല്ലല്ലോ, ഞാൻ അതിനെക്കുറിച്ച് കൃത്യമായ വ്യത്യാസമാണല്ലോ പറഞ്ഞത്. ഞങ്ങൾ സംരക്ഷിക്കുന്നില്ല എന്ന് തന്നെയാണല്ലോ പറയുന്നത്. ഞങ്ങൾ നിയമ നടപടികളിൽ ഇടപെടാൻ ആഗ്രഹിക്കുന്നില്ല. നിയമ നടപടികൾ അതിൻ്റെതായിട്ടുള്ള രീതിയിൽ മുന്നോട്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.